ആണ്ടുവട്ടത്തിൽ ഒരിക്കൽ കൂടെ നമ്മൾ വിഭൂതി തിരുനാളിലേക്ക് കടക്കുകയാണ്. ഒപ്പം വലിയ നോമ്പിൻ്റെ ആത്മീയ വസന്ത കാലഘട്ടത്തിലേക്കും. ഏവർക്കും ആദ്യമേ തന്നെ ഈ നല്ല ദിവസത്തിൻ്റെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും തുടർന്നു വരുന്ന വലിയ നോമ്പിൻ്റെ ഈശ്വര ചൈതന്യവും നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. വിഭൂതി തിരുനാൾ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്ന ചില ചിന്തകളുണ്ട്. നമ്മളൊക്കെ മനുഷ്യരാണ്, അതുകൊണ്ട് തന്നെ മണ്ണിൽ നിന്ന് ഉത്ഭവം കൊണ്ടവരാണ്. മണ്ണിൻ്റെ സ്വഭാവമായ എല്ലാ പ്രത്യേകതകളും എൻ്റെ ശരീരത്തിനുണ്ടെന്നും മനുഷ്യൻ മനനം ചെയ്യുന്നവനാണ് എന്ന ബോധത്തോടുകൂടെ ശരീരത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ജീവിക്കേണ്ടവനാണെന്നും ഈ നോമ്പ് കാലഘട്ടം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പൗലോസ് പറയുന്നത് പോലെ എന്നും എന്നിൽ ഒരു ദ്വന്ദ്വയുദ്ധം ഞാൻ കാണുന്നുണ്ട്, ശരീരവും മനസ്സും തമ്മിൽ. ഇതിലാര് ജയിക്കുന്നു അതനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയവും പരാജയവും. ശരീരം ജയിക്കുന്നിടത്ത് നമ്മളൊക്കെ ജഡികരാകുന്നു, മനസ്സ് ജയിക്കുന്നിടത്ത് നമ്മളൊക്കെ ആത്മീയരാകുന്നു. നമുക്കറിയാം, ആണ്ടുവട്ടത്തിൽ എന്തിനു വേണ്ടിയാണ് നോമ്പെന്ന് ചോദിച്ചാൽ അത് ജീവിത നവീകരണത്തിൻ്റെ വലിയ ദിനങ്ങളാണ്. മനസ്സിനെ ശക്തിപ്പെടുത്തി ആത്മാവിനെ കൊണ്ട്, മനസ്സിനെ കൊണ്ട് ശരീരത്തെ നിയന്ത്രിക്കുവാനുള്ള വലിയ ഊർജം ഓരോ നോമ്പ് കാലഘട്ടവും നമുക്ക് തരുന്നുണ്ട്. നോമ്പിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച നമുക്കറിയാവുന്നതുപോലെ പിതൃത്വ തിരുനാളാണ്. ഏറെ കേട്ടുപരിചയമുള്ള ഒരു സുറിയാനി പദം. പണ്ട് കോട്ടയം ഭാഗത്ത് സെമിനാരി പഠിക്കുമ്പോൾ ഈ തിരുനാളെന്ന് കേട്ടാൽ സെമിനാരിക്കാരായി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്തെന്നറിയും, നോമ്പിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച പിതൃത്വ തിരുനാളിൽ നല്ല കോഴിക്കറിയും പിടിയൊക്കെ കിട്ടും. പലപ്പോഴും കുട്ടികളുടെ മനസ്സിലേക്ക് പിതൃത്വ എന്ന് പറയുമ്പോൾ ഇതാണ് ഓർമ്മ വരിക. പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ പിതൃത്വ തിരുനാൾ? സുറിയാനി ഭാഷയിൽ പിതൃത്വ എന്ന വാക്കിന് രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്ന്, തിരിഞ്ഞു നോക്കുക. രണ്ട്, അനുരഞ്ജനപ്പെടുക. വലിയ നോമ്പിൽ ഞാനും നിങ്ങളും ചെയ്യേണ്ട രണ്ട് കൊച്ചു എക്സസൈസുകളെയാണ് നമ്മുടെ കാർന്നവന്മാർ ഈ വാക്കുകൊണ്ട്, ഈ തിരുനാൾ കൊണ്ട് ഓർമ്മപ്പെടുത്തിയത്. ഒന്ന്, തിരിഞ്ഞു നോക്കണം, ഞാൻ വന്ന വഴികളെക്കുറിച്ച്. രണ്ട്, അനുരഞ്ജനപ്പെടണം. വർഷങ്ങൾക്ക് മുമ്പ് ദീപിക ദിനപത്രത്തിൽ വന്ന ഒരു കാർട്ടൂൺ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചിട്ടുണ്ട്. ഞാനധികം പത്രം വായിക്കാത്ത ഒരു അച്ഛനാണ്, പക്ഷേ കാർട്ടൂണുകൾ എനിക്കിഷ്ടമാണ്. കുറച്ച് വരകൾ കൊണ്ട്, കുറച്ചെഴുത്തുകൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ധ്വനിപ്പിക്കുന്ന കാർട്ടൂണുകൾ. അതിൽ കാർട്ടൂൺ ഇങ്ങനെയാണ്. ഒരു റെയിൽവേ സ്റ്റേഷൻ, 3 പടങ്ങളുണ്ട് ഈ കാർട്ടൂണിൽ. ഒന്നാമത്തെ പടത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനുകൾ യാത്ര പുറപ്പെടാനായിട്ട് നിൽക്കുന്നു. രണ്ടാമത്തെ പടത്തിൽ ഒരു ട്രെയിൻ പതുക്കെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ട്രാക്കിൽ, ആ ട്രാക്കിൽ തന്നെ ഒരു കാളക്കൂറ്റൻ പതുക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ ട്രാക്കിൽ ഈ ട്രെയിൻ കാളക്കൂറ്റനെ ഇടിച്ച് തെറിപ്പിക്കുന്നു. ഈ 3 ചിത്രങ്ങളും കാർട്ടൂണിസ്റ്റ് വരച്ചു വെച്ചിട്ട് അതിൻ്റെ അടിയിൽ ഒരൊറ്റ വരി അദ്ദേഹം കുറിച്ചിടുന്നുണ്ട്. എൻ്റെ മനസ്സിനെ ഒത്തിരിയേറെ ചിന്തിപ്പിച്ച വരികളാണത്. അതിങ്ങനെയാണ്: ഒരു ചുവട് മാറ്റി ചവിട്ടിയിരുന്നുവെങ്കിൽ. ഓർക്കുക, ഒരു ചുവട് മാറ്റി ചവിട്ടിയിരുന്നുവെങ്കിൽ. നമ്മുടെ ജീവിതം ഒരു ഓട്ടപ്രദക്ഷിണമാണ്. രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നു. പഴയ നിയമം പറയുന്നുണ്ട്, പ്രഭാതമായി പ്രദോഷമായി 1-ാം ദിവസം. നമ്മൾ ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ടാണ് നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്: ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. നമ്മുടെ ജീവിതം ഒരു ഓട്ടമാണ്. എവിടേക്കാണ്? മരണത്തിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഓട്ടപ്രദക്ഷിണത്തിൽ ഇടയ്ക്ക് ഒരു ചുവട് മാറ്റി ചവിട്ടി നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. ഈ കാർട്ടൂൺ പറയും, ട്രാക്കിൽ ഓടിക്കൊണ്ടിരുന്ന കാളക്കൂറ്റൻ ഒരു ചുവട് മാറ്റി ചവിട്ടി പുറകിലേക്ക് നോക്കിയിരുന്നുവെങ്കിൽ അതിൻ്റെ ജീവൻ രക്ഷപ്പെടുത്താമായിരുന്നു. ഞാൻ ചിന്തിക്കാറുണ്ട്, നോമ്പ് കാലഘട്ടം
ഒരു ചുവടുമാറ്റത്തിൻ്റെ കാലഘട്ടമാണ്, ഒരു തിരിഞ്ഞു നോട്ടത്തിൻ്റെ കാലഘട്ടമാണ്. ഞാൻ ഓടുന്ന വഴികളിൽ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ പതിയിരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് മാറി നടക്കാൻ ഈ നോമ്പ് കാലഘട്ടം എന്നെയും നിങ്ങളെയും വിളിക്കുന്നുണ്ട്. ഒരു പക്ഷേ ബൈബിൾ ഉടനീളം പഠിക്കുമ്പോൾ തിരിഞ്ഞു നോക്കിയവർക്കൊക്കെ രക്ഷ പ്രാപിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് ബൈബിൾ പറയും. തിരിഞ്ഞ് കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് പത്രോസ് കർത്താവിനെ തള്ളിപ്പറയും, എന്നിട്ട് അദ്ദേഹം ഒത്തിരി അകലെ നടക്കാൻ തുടങ്ങും. ബൈബിൾ എഴുതുന്നു, അവന് തണുക്കാൻ തുടങ്ങി. കർത്താവിൽ നിന്ന് അകലെ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ ശിഷ്യപ്രമുഖനായ പത്രോസിന് പോലും ഊർജം നഷ്ടപ്പെട്ടു. പിന്നീട് കോഴി കൂവി അവൻ തിരിഞ്ഞു നോക്കി കർത്താവിൻ്റെ കണ്ണുകളിലേക്ക്. തുടർന്ന് വിശ്വാസത്തിൽ അവൻ കത്തിജ്വലിക്കാൻ തുടങ്ങി. തിരിഞ്ഞു നോക്കാൻ ധൈര്യം കാണിക്കണം ഞാനും നിങ്ങളുമൊക്കെ. എന്തിനു വേണ്ടിയാ നമ്മൾ തിരിഞ്ഞു നോക്കുന്നത്? ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകേണ്ടവനാണ് എന്നും നല്ല ബോധം നമുക്കുണ്ടാകണം. നമുക്കറിയാം, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് ദൈവത്തിങ്കിൽ നിന്ന് വരുന്നതാണ്. അത് ദൈവത്തിങ്കിലേക്ക് പോകേണ്ടതാണ്. നമ്മുടെ ശരീരമോ അത് ആത്മാവിനാൽ നയിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഞാനും നിങ്ങളുമൊക്കെ ഈ ആണ്ടുവട്ടത്തിൽ പലപ്പോഴും ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിച്ചു പോകുന്നു. നോമ്പ് കാലഘട്ടം ആത്മാവിൻ്റെ വസന്ത കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ നോമ്പിനെ ലെൻഡ് എന്നാണ് വിളിക്കുക. ലെൻഡ് എന്ന വാക്കിനെ ലണ്ടൻ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ് കടന്നു വരിക. അതിൻ്റെ അർത്ഥം വസന്ത കാലഘട്ടം, ജീവിത നവീകരണത്തിൻ്റെ വസന്ത കാലഘട്ടമാണ് നോമ്പ് കാലഘട്ടം. ഈ വിഭൂതി തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തും, നമ്മളൊക്കെ ചാരമായി തീരേണ്ടവരാണ്, മണ്ണിൽ ഒടുങ്ങേണ്ടവരാണ്. അങ്ങനെയാണെങ്കിൽ ആത്മീയ ഉത്കർഷത്തിന് വേണ്ടി ജീവിക്കാൻ ഈ നോമ്പ് കാലഘട്ടവും വിഭൂതി തിരുനാളും നമ്മെ വിളിക്കുന്നുണ്ട്. നോമ്പ് കാലഘട്ടത്തിലെ വിശുദ്ധ കുർബാനയിലെ കാറുസുസ പ്രാർത്ഥന കഴിഞ്ഞ് നോമ്പുകാലം ഫലദായകമാക്കാൻ സഭ 3 കാര്യങ്ങൾ വൈദികരുടെ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്. 1, സ്നേഹത്തിൽ ആഴപ്പെടുക. 2, പരിത്യാഗ പ്രവൃത്തികളിൽ വളരുക. 3, പ്രാർത്ഥനാ ജീവിതത്തിൽ വളരുക. 3 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. 1, കുറേ കൂടെ സ്നേഹബന്ധങ്ങളിൽ നമ്മൾ വളരണം. കുറേ കൂടെ പരിത്യാഗ പ്രവൃത്തികൾ ചെയ്ത് മനസ്സിനെ ബലപ്പെടുത്തണം. കുറേ കൂടെ നമ്മൾ പ്രാർത്ഥനാ ജീവിതത്തിൽ മുന്നിലേക്ക് നടന്നു നീങ്ങണം. ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു നോക്കാൻ നമ്മൾ ചങ്കൂറ്റം കാണിക്കണം. ബൈബിളിൽ ഞാൻ പറഞ്ഞു, തിരിഞ്ഞു നോക്കിയവർക്കൊക്കെ രക്ഷ പ്രാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈയിടെ എറവ് കപ്പൽ പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരു പയ്യൻ എൻ്റെ അടുത്തേക്ക് കയറി വന്നു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ എന്നെ ഓർമ്മയുണ്ടോ, എന്നെ അറിയോ? ഞാൻ നിന്നെ അറിയില്ല. ഈ കൊച്ചു എന്നോട് ചിരിച്ചിട്ട് ചോദിച്ചു, അച്ഛൻ പിന്നെ എന്ത് വികാരി അച്ഛനാ, ഞങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ ഞാൻ തിരിച്ചിട്ട് ചോദിച്ചു, മോനെ നീ ഇതുവരെ പള്ളിയിൽ വന്നിട്ടുണ്ടോ? ഞാൻ പള്ളിയിലൊന്നും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു, പിന്നെ എങ്ങനെയാണ് നിനക്ക് അറിയുക? അച്ഛൻ അന്വേഷിക്കണം എന്നെ. ഞാൻ പറഞ്ഞു, നീ എന്താ ചെയ്യുന്നത്? അവൻ പറഞ്ഞു, ഞാൻ വലിയൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുകയാണ്. ഉടനടി ഞാൻ അവനോടൊരു ചോദ്യം ചോദിച്ചു. വളരെ പ്രസിദ്ധമായ നമ്മൾ കേട്ടുപരിചയമുള്ളൊരു ചോദ്യമാണ്. മകനെ, ഭൂമിയിൽ ഇരുട്ടുണ്ടാവുന്നത്, രാത്രി ഉണ്ടാവുന്നത് എപ്പോഴാണ്? ഈ പയ്യൻ ചിരിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഇത്ര സില്ലിയായിട്ടുള്ള ചോദ്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്. എന്നാലും ഞാൻ ഉത്തരം പറയാം. സൂര്യൻ അസ്തമിക്കുമ്പോൾ രാത്രി ഉണ്ടാവും. ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു, സൂര്യൻ അസ്തമിക്കുന്നില്ല, മറിച്ച് ഭൂമി സൂര്യനെതിരെ തിരിയുമ്പോൾ രാത്രി ഉണ്ടാകും. എന്നിട്ട് ഞാൻ അവരോട് ചിരിച്ചിട്ട് പറഞ്ഞു, മോനെ നിനക്ക് വേണമെങ്കിൽ പള്ളിയിൽ വരാം, വരാതിരിക്കാം, പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാതിരിക്കാം. ദൈവത്തിനൊന്നും നഷ്ടപ്പെടാനില്ല. കാരണം സൂര്യനെ പോലെയാണ് ദൈവം. അതവിടെ കത്തി ജ്വലിച്ചുകൊണ്ടിരിപ്പുണ്ട്. നമ്മൾ ഭൂമിയെ പോലെയാണ്. ഭൂമി സൂര്യന് നേരെ തിരിയുമ്പോൾ ആ പ്രകാശം നമ്മിലേക്ക്, ഭൂമിയിലേക്ക് കടന്നു വരും. ഞാൻ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ ദൈവികത, ആത്മീയത എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. പുറം തിരിഞ്ഞിരുന്നാലോ ഇരുട്ട് മാത്രം, സങ്കടങ്ങളും വിഷമങ്ങളും മാത്രം. ഒരു പക്ഷേ എനിക്ക് നിങ്ങൾക്കും അറിയാവുന്ന ഈ കൊച്ചു സംഭവം ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കണം. നോമ്പ്, വിഭൂതി തിരുനാൾ എന്നെ നിങ്ങളെയും വിളിക്കുന്നത് ഈ പ്രകാശത്തിലേക്കാണ്.
പ്രകാശത്തിലേക്ക് തിരിയുക, ദൈവത്തിലേക്ക് തിരിയുക. നമ്മുടെ ജീവിതവും പ്രകാശപൂർണമായിട്ട് തീരും. ആത്മീയ വസന്ത കാലഘട്ടത്തിൻ്റെ പ്രകാശമായി ഈ നോമ്പ് കാലഘട്ടം മാറും. ഈ വിഭൂതി തിരുനാൾ നമ്മെ ചിന്തിപ്പിക്കുന്ന ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കുക. ഒരു നല്ല നോമ്പ് കാലം ഒരിക്കൽ കൂടെ നിങ്ങൾക്കെല്ലാവർക്കും നേർന്നുകൊണ്ട് ഗോഡ് ബ്ലെസ് യു. എല്ലാവർക്കും നല്ല ഒരു വലിയ നോമ്പ് ആശംസിക്കുന്നു.